ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്രഷറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത് നിങ്ങളുടെ പ്ലസ് വൺ ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാന പോയിന്റ്സുകൾ എന്ന് പറയുന്നത് പ്രഷർ, പാസ്കൽസ് ലോ, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ലോ നിങ്ങൾക്കറിയാം, പാസ്കൽസ് ലോ ആയിരുന്നു. വാട്ട് വാസ് പാസ്കൽസ് ലോ? നമ്മൾ 1-2-3 സ്റ്റേറ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. അതായത് ഇഫ് യു ടേക്ക് സം ലിക്വിഡ് ഇൻ എ കണ്ടെയ്നർ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ലിക്വിഡ് ഈസ് ദ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് നമ്മൾ ഈ സ്റ്റാറ്റിക് ലിക്വിഡിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആണ്. ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ലിക്വിഡ് ഈസ് ദ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അതേപോലെ നമ്മൾ മനസ്സിലാക്കിയ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ എ സ്റ്റാറ്റിക് ലിക്വിഡ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഡെപ്ത്. അതായത് നിങ്ങളിവിടെ രണ്ട് പോയിന്റുകൾ ഒരേ ഡെപ്തിൽ, അതായത് എ എന്നുള്ള പോയിന്റ് ബി എന്നുള്ള പോയിന്റ് ഈ ഒരു ഡെപ്തും ഈക്വൽ ആണെങ്കിൽ ഈ എയിലും ബിയിലുമുള്ള പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഡെപ്ത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പാസ്കൽസുമായി ബന്ധപ്പെട്ട പ്രൂഫ് മനസ്സിലാക്കി. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് നിങ്ങൾ എല്ലാവരും തന്നെ ആദ്യത്തെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണണം. ഇതിന് ശേഷം വേണം ഇന്നെടുക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ചുള്ള വീഡിയോ കാണാൻ. കാരണം ആ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, അതേപോലെ ഹൈഡ്രോളിക് മെഷീൻസ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇതിനെ ബേസ് ചെയ്ത കുറച്ച് NCERT പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, അതായത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദി പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. സാധാരണ ഇവിടെ ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ യു ട്യൂബ് കണ്ടെയ്നിങ് സ്യൂട്ടബിൾ ലിക്വിഡ്. സാധാരണഗതിയിൽ ലോ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോ ഡെൻസിറ്റി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഓയിൽ പോലെയുള്ള ലിക്വിഡുകളും, അതേപോലെ ഹൈ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഹൈ ഡെൻസിറ്റി ഫ്ലൂയിഡ് ആയിട്ട് മെർക്കുറി പോലെയുള്ള ഫ്ലൂയിഡ്സുകളാണ് ഈ യൂട്യൂബിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇതൊരു സിസ്റ്റമാണ്. ദാറ്റ് ഈസ് ഹിയർ ഇസ് എ ഗ്യാസ് ഇൻസൈഡ്. ഈ ഗ്യാസ് ഇതിനുള്ളിലായിട്ടൊരു പ്രഷർ എക്സർട്ട് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P ആണെങ്കിൽ ഈ Pയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദിസ് കണ്ടെയ്നർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു യൂട്യൂബിലേക്കാണ്. ഈ യൂട്യൂബിൽ എന്താണ് കാണുന്നത്? ദാറ്റ് ഈസ് ഇൻ യൂട്യൂബ് ദ വൺ എൻഡ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. അതായത് യൂട്യൂബിൻ്റെ ഒരു ഭാഗം അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. ആൻഡ് അതർ എൻഡ് ഈസ് കണക്റ്റഡ് ടു ദ സിസ്റ്റം ടു വിച്ച് ദ പ്രഷർസ് ടു ബി ഡിറ്റർമിൻ. അതായത് നമ്മൾ മെഷർ ചെയ്യേണ്ട സിസ്റ്റത്തിലേക്കാണ് യൂട്യൂബിൻ്റെ ഒരു ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത്, മറ്റേ സൈഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഇതിനകത്തായിട്ട് എന്തുണ്ടാക്കും? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഈ പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അതിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. സാധാരണഗതിയിൽ P വിൽ ബി ഗ്രേറ്റർ ദാൻ P അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അങ്ങനത്തെ ഗതിയിൽ സാധാരണഗതിയിൽ ഈ സിസ്റ്റം ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഈ ലിക്വിഡ് ലെവൽ ഇവിടുത്തെ ഒരേപോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ നമ്മളിവിടെ സിസ്റ്റം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് കൂടുതലായതുകൊണ്ട്, ഇവിടുത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ ലിക്വിഡ് ഇവിടെ ഇടുന്നത് ചെയ്യും, ഒരു റൈസ് നടത്തും. അതായത് ഇവിടുന്ന് ഒരു പ്രഷർ ഡിഫറൻസ് ഇവിടെ ഫ്ലൂയിഡ് നേരെ കൊണ്ട് മുകളിലേക്ക് ഉയരും. അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു ഹൈറ്റ് ആണ് H എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പാസ്കൽസ് ലോയിൽ. നമ്മൾ ഒരേ ലെവലിൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരേ ലെവലിൽ രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് പോയിന്റിലുമുള്ള പ്രഷറിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാം. എ എന്നുള്ള പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു, അതേ ലെവലിലുള്ള ഒരു പോയിന്റാണ് ബി എന്നുള്ള പോയിന്റ്. ഈ രണ്ട് പോയിന്റിലുള്ള പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പാസ്കൽസ് ലോ പ്രകാരം ദ ഷുഡ് ബി ദ സെയിം. അപ്പോൾ PA ഷുഡ് ബി ഈക്വൽ ടു PB. ഓക്കെ, അപ്പോൾ ഇനി PBയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് PA ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്നുള്ള പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. കാരണം ഈ സിസ്റ്റത്തിലുള്ള
ഗ്യാസ് ഈ കംപ്ലീറ്റ് പ്രഷർ എക്സർട്ട് ചെയ്യുന്ന എ എന്നുള്ള പോയിന്റിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിന്റെ പ്രഷർ മെഷർ ചെയ്യുക പറഞ്ഞാൽ അർത്ഥം പി എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് പി എ ഇസ് ഈക്വൽ ടു പി ബി ആണ് ബൈ പാസ്കൽസ് ലോ. ഇതാണ് പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമുക്കറിയാം പി എ ഇസ് ഈക്വൽ ടു പി ബി. ഇനി നമുക്ക് എന്താണ് പി ബി എന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് പി ബി? പി ബി എന്ന് പറഞ്ഞാൽ അറിയാം, അതായത് ബി എന്നുള്ള പോയിന്റിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഈ എച്ച് എന്നുള്ള ഒരു ഹൈറ്റ് ഉണ്ട്, ആ ലിക്വിഡ് കോളം കൊണ്ടുണ്ടാവുന്ന പ്രഷർ, അത് ദാറ്റ് ഈസ് ഗേജ് പ്രഷർ. അതായത് ലിക്വിഡ് കോളം കൊണ്ടുണ്ടാവുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ. നമ്മൾ മനസ്സിലാക്കി എച്ച് എന്നുള്ള ഹൈറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഇവിടുത്തെ പ്രഷറിന് എച്ച് റോ ജി എന്ന് എഴുതാം. അതുകൂടാതെ ഇവിടെ അറ്റ്മോസ്ഫിയർ ഓപ്പൺ ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രഷറിൻ്റെയും കൂടി സമ്മായിരിക്കും ബി എന്നുള്ള പോയിന്റിൽ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ. ദാറ്റ് ഈസ് പി ബി ഇസ് ഈക്വൽ ടു പി എ ടി എം പ്ലസ് എച്ച് റോ ജി. വാട്ട് ഈസ് റോ? Rho is the density of the fluid used in U-tube. G is the acceleration due to gravity. H is the height. ഓക്കെ, അപ്പോൾ നമുക്ക് പി ബിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും പി എ ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയർ പ്ലസ് എച്ച് റോ ജി. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ പറഞ്ഞാൽ അർത്ഥം എ എന്നുള്ള പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വാല്യൂ എളുപ്പത്തിൽ കിട്ടി. പി എ ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയർ പ്ലസ് എച്ച് റോ ജി. അത് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂയിലൂടെ എത്ര ഹൈറ്റ് ആണ് ഇവിടെ ഉണ്ടായതെങ്കിൽ ആ ഹൈറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എച്ച് റോ ജി കണ്ടെത്താം. അപ്പോൾ എച്ച് റോ ജി കൂടെ പി അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ എ എന്നുള്ള പോയിന്റിലെ പ്രഷർ കിട്ടും. അതായിരിക്കും ഈ സിസ്റ്റത്തിന്റെ. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഈ സിസ്റ്റത്തിനുള്ള പ്രഷർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ടോപ്പിക്കാണ് ഹൈഡ്രോളിക് മെഷീൻസ്. എന്താണ് ഹൈഡ്രോളിക് മെഷീൻ, അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ എടുക്കാം. ഈ കണ്ടെയ്നറകത്ത് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സം ഫ്ലൂയിഡ്. ഓപ്പൺ ആയ കണ്ടെയ്നർ ആയതുകൊണ്ട് ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തായാലും ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ആക്ടിങ് ഇൻ ദിസ് വേ, ദാറ്റ് ഈസ് പി എ ടി എം. നമ്മൾ എ എന്നുള്ളൊരു പോയിന്റ് ഈ ഫ്ലൂയിഡിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എങ്ങനെയായിരിക്കും കണ്ടെത്തുക? ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, അതുകൂടാതെ ഇവിടെ ഒരു ഗേജ് പ്രഷർ ഉണ്ട്. അതായത് എച്ച് എന്നുള്ള ഹൈറ്റ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് ഗേജ് പ്രഷർ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പി എ വിൽ ബി ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്ലസ് എച്ച് റോ ജി. എച്ച് റോ ജി എന്ന് പറയുന്നത് ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷർ നമ്മൾ മനസ്സിലാക്കി, എച്ച് ഹൈറ്റ് മാറുന്നതിനനുസരിച്ച് ഗേജ് പ്രഷറിന്റെ വാല്യൂ വ്യത്യാസപ്പെടും. പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ എക്സ്റ്റേണൽ പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ പ്രഷറാണ്. അതായത് ഈ എക്സ്റ്റേണൽ പ്രഷറിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും ദിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ഫ്ലൂയിഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് എക്സ്റ്റേണൽ പ്രഷർ ഈ ഫ്ലൂയിഡിനകത്തുള്ള എല്ലാ പോയിന്റിലും ഒരേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ വീണ്ടും ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാം. ഈ കണ്ടെയ്നറകത്ത് ഫ്ലൂയിഡ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ നമ്മൾ ഒരു എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ്, ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ പിസ്റ്റന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. ഈ കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് ഫലമായിട്ടുണ്ടാകുന്ന പ്രഷറാണ്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ പ്രഷർ. അപ്പോൾ നമ്മൾ കൊടുത്ത ഈ എക്സ്റ്റേണൽ പ്രഷർ ഈ എല്ലാ പോയിന്റിലേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതായത് ഈ പോയിന്റിലും ഈ പോയിന്റിലും അവസാനം ഈ വാളിലൊക്കെ തന്നെ എല്ലാ പോയിന്റിലും ഒരേപോലെ തന്നെ പ്രഷർ എക്സർട്ട് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് എ പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അതായത് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? whenever an external pressure is applied on any part of the fluid contained in a vessel. നമ്മളൊരു വെസലിൽ ഫ്ലൂയിഡ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ്, അതായത് ഒട്ടും കുറവ് വരാതെ അതേപോലെ തന്നെ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് എല്ലാ ഭാഗത്തേക്കും ഈ ഫ്ലൂയിഡിനകത്തുള്ള എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ പ്രഷർ അൺഡിമിനിഷ്ഡ് ആയിട്ട് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് the statement for Pascal's law for transmission of fluid pressure. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടി പറയാം. whenever an external pressure is applied to any part of the fluid contained in a vessel, it is transmitted undiminished and equally in all parts of the fluid in all direction. ഇനി നമുക്ക് Pascal's law of transmission of fluid മായി ബന്ധപ്പെട്ട് there are so many applications in daily life. hydraulic lift, hydraulic brake, etc. are based on Pascal's law.
and in these devices we use the fluid as the medium for transmitting pressure. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് സിലിണ്ടേഴ്സാണ്, ഒരു സ്മോൾ സിലിണ്ടറും ഒരു ലാർജ് സിലിണ്ടറും. ഈ സിലിണ്ടറുമായി കണക്ട് ചെയ്ത് രണ്ട് പിസ്റ്റണുകളുണ്ട്. here is a small piston, here is a large piston, and here an incompressible fluid is filled. ഈ ലാർജ് സിലിണ്ടറും ഈ സ്മോൾ സിലിണ്ടറും ഒരു ട്യൂബുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ന്യൂമറിക്കൽ വഴി ഈ ഇതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാം. നോക്കൂ, ഞാനിവിടെ ഒരു സ്മോൾ ഫോഴ്സ് F=10 ന്യൂട്ടൺ ഈ പിസ്റ്റണിൻ്റെ മുകളിലായിട്ട് കൊടുക്കുകയാണ്. ഈ പിസ്റ്റണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വി ആർ ടേക്കിംഗ് ആസ് 1 മീറ്റർ സ്ക്വയർ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഈ എ എന്നുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത്, അതായത് പ്രഷർ ആക്ടിങ് അറ്റ് ദ പോയിന്റ് എ, നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ പ്രകാരം അറിയാം F/A. ഫോഴ്സ് F ആണ്, അതുപോലെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. സോ F/A ദാറ്റ് ഈസ് 10/1, ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് ഇവിടെ എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ പ്രകാരം ഈ പി എ എന്നുള്ള പ്രഷർ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ പാർട്സ് ഓഫ് ദി ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ട്രാൻസ്മിറ്റിംഗ് അൺഡിമിനിഷ്ഡ് വേ. അപ്പോൾ ഒരേ തലത്തിൽ തന്നെ എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി എ എന്നുള്ള പ്രഷറായിട്ട് എല്ലാ പോയിന്റിലും ആക്ട് ചെയ്തിട്ട് ഇതിലൂടെ പോയിട്ട് അവസാനം ഇവിടെ വരെ എത്തിച്ചേരും. ദാറ്റ് ഈസ് പി ബി അല്ലെങ്കിൽ ബി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ആക്ച്വലി എന്തായിരിക്കും, പി എയുടെ വാല്യൂ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് പി ബി ഈസ് ഈക്വൽ ടു പി എ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് പി ബി എന്താണെന്ന് നോക്കാം. പി ബിയുടെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ബി എന്നുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് പി ബി. ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ ലാർജ് പിസ്റ്റൺമേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. എഫിൻ്റെ വാല്യൂ വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു പി ബി ഇൻറ്റു എ. വാട്ട് ഈസ് ക്യാപിറ്റൽ എ? ക്യാപിറ്റൽ എ ഇസ് ദി ഏരിയ ഓഫ് ദി ലാർജ് പിസ്റ്റൺ. അപ്പോൾ നമുക്ക് പി ബിയുടെ വാല്യൂ അറിയാം. പി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ 10 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സൗകര്യത്തിന് 100 ആണ്. സോ 10 ഇൻറ്റു 100 ദാറ്റ് ഈസ് 10 ക്യൂബ്, അല്ലെങ്കിൽ 1000 എന്ന് എഴുതാം, 1000 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ആലോചിച്ചാൽ അറിയാം 10 ന്യൂട്ടൺ എന്നുള്ള ഒരു സ്മോൾ ഫോഴ്സ് കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ ഫോഴ്സ് ഒരു ലാർജ് ഫോഴ്സ് ആയിരുന്നു. ദാറ്റ് വാസ് 1000 ന്യൂട്ടൺ. വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് small force of 10 Newton and we obtain a large force of 1000 Newton. That is here force is multiplying, അതായത് ഫോഴ്സ് 100 മടങ്ങായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഈ ന്യൂമറിക്കൽ ഒഴിവാക്കിക്കൊണ്ട് ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം, എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റ് ഈ തരത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു പി ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് പി എ? പി എയുടെ വാല്യൂ നമുക്കറിയാം, സ്മോൾ എഫ് ഡിവൈഡഡ് ബൈ എ. എഫ് ഡിവൈഡഡ് ബൈ എ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് പി ബി? പി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണ്, ഇവിടുത്തെ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, സോ നമുക്ക് ക്യാപിറ്റൽ എഫ് എഴുതാം. ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു ഈ ഇത് കൊണ്ട് എഴുതാം, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എ ബൈ എ. ഓക്കെ, സോ ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഇൻറ്റു എ ബൈ എ. നമുക്ക് നോക്കിയാൽ അറിയാം എ ബൈ എ എന്ന വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ലാർജ് പിസ്റ്റൺ ആണ്. അത് സ്മോളുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ വാല്യൂ ആണ്. അപ്പോൾ എ ബൈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ഇറ്റ് വാസ് 100. ഇറ്റ് വാസ് 100 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് വാസ് 100. അപ്പോൾ ഇവിടെ എ ബൈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബിഗർ വാല്യൂ. സോ എ ബൈ എ ഇൻറ്റു സ്മോൾ എഫ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഒരു ലാർജ് ഫോഴ്സ് ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഭവിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് we are exerting a pressure PA is equal to F by A, which is transmitted throughout the liquid to larger cylinder which is attached to a large piston of area A. നമ്മൾ കൊടുത്ത പി എ എന്നുള്ള പ്രഷർ, അതായത് സ്മോൾ എഫ് ആണ് ഇവിടെ കൊടുക്കുന്നത്, അതിന്റെ ഫലമായിട്ടുണ്ടായ പ്രഷറാണ് പി ക്യാപിറ്റൽ എ. ദിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ലിക്വിഡ് ടു ലാർജർ സിലിണ്ടർ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ലാർജർ പിസ്റ്റൺ ഓഫ് ഏരിയ എ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്യാപിറ്റൽ എഫ് എന്നുള്ളൊരു ഫോഴ്സ് കിട്ടി. ദാറ്റ് വാസ് എ ബിഗർ ഫോഴ്സ് ആൻഡ് ദിസ് ഡ്യൂ ടു ദിസ് ഫോഴ്സ് ദിസ് പിസ്റ്റൺ ഈസ് കാപ്പബിൾ ഓഫ് സപ്പോർട്ടിങ് എ ലാർജ് ഫോഴ്സ്. അതായത് നമ്മൾ കൊടുത്ത സ്മോൾ ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ
പിസ്റ്റണിന് ഒരു വലിയ ഫോഴ്സിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ തരത്തിൽ കിട്ടി. ദിസ് ഫോഴ്സ് ഈസ് കാപ്പബിൾ ഓഫ് സപ്പോർട്ടിംഗ് ദ വെയിറ്റ് ഓഫ് എ കാർ, ട്രക്ക് എക്സെട്ര വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം ഓഫ് ദി ലാർജർ പിസ്റ്റൺ. അതായത് ലാർജർ പിസ്റ്റണിന് മുകളിലായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഒരു കാർ അല്ലെങ്കിൽ ട്രക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ വളരെ വലുതായതുകൊണ്ട് ഈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാറിൻ്റെയും ട്രക്കിൻ്റെ ഒക്കെ തന്നെ വെയിറ്റ് നമുക്ക് ഹൈറ്റിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഉയർത്താൻ കഴിയും. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈസ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. ദാറ്റ് ഈസ് വി ആർ ഗിവിംഗ് എ സ്മോൾ ഫോഴ്സ് ടു ദ സ്മോളർ പിസ്റ്റൺ and due to that a pressure is developed here and this pressure is transmitted equally in all parts of the fluid and finally it reaches at the larger piston and due to that pressure a large force is produced here and that capital F is equal to small f into A by A. Due to this bigger value of capital A, the value of capital F is very large and this force is capable of lifting a large weight. For example, the weight of a truck or a car which is placed on the platform of the piston. Okay. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. നമ്മൾ സ്മോൾ എഫ് എന്നുള്ള ഒരു ഫോഴ്സ് കൊടുത്ത സമയത്ത്, സ്മോൾ പിസ്റ്റണിന് മുകളിൽ കൊടുത്ത സമയത്ത് ഈ ലാർജർ പിസ്റ്റണിന് മുകളിൽ നമുക്ക് കിട്ടിയ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് സ്മോൾ എഫ് ഇൻറ്റു ക്യാപിറ്റൽ എ ബൈ എ ആൻഡ് ഇറ്റ് വാസ് എ ബിഗർ വാല്യൂ. ഈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ വെയിറ്റിനൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത് പൊക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്കിത് ഈ രണ്ട് സിലിണ്ടറിന് മുകളിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഡൺ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ബൈ കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഇവിടെ കൊടുത്ത വർക്ക് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്ന വർക്ക്. അതായത് എനർജി ലോസ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ രണ്ട് ഭാഗത്തുള്ള വർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. ദാറ്റ് ഈസ് W1 ഈസ് ഈക്വൽ ടു W. ഇവിടുത്തെ വർക്ക് നമുക്ക് W1 എഴുതാം, ഇവിടുത്തെ കൊടുത്ത കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് W2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ കൊടുത്ത ഒരു ഫോഴ്സ് സ്മോൾ എഫ് ആണ്. അതിന്റെ ഫലമായിട്ട് എന്തായാലും ഈ പിസ്റ്റൺ കൊണ്ട് താഴും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഈ ഇവിടുത്തെ ഫ്ലൂയിഡ് കുറച്ചും കൊണ്ട് താഴത്തേക്ക് വരും. ദാറ്റ് ഈസ് L1 എന്നുള്ള ഹൈറ്റ് ആണ്, ഡെപ്ത് ആണ് താഴത്തേക്ക് വരുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ എഫ് ഇൻറ്റു L1 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം ഈ ഫ്ലൂയിഡിൻ്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ റൈസ് എന്തായാലും ഉണ്ടായിരിക്കും. ഈ റൈസ് എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് L2 എന്നുള്ള ഹൈറ്റ് ആണ് ഇവിടെ റൈസ് വിചാരിക്കുക. അതുപോലെ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ആണ്. സോ ക്യാപിറ്റൽ എഫ് ഇൻറ്റു L2. ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ സ്മോൾ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ ആണ്. അതേസമയം L1 അപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അതേസമയം തന്നെ ക്യാപിറ്റൽ എഫിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ക്യാപിറ്റൽ എഫിൻ്റെ വാല്യൂ വലുതായിരുന്നു. L2ൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ടും ചെറുതായിരിക്കും. ഇതൊക്കെ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഉണ്ടായ വോളിയം നോക്കാം. ഈ ആണ് ഇവിടുത്തെ സ്മോൾ പിസ്റ്റൻ്റെ ഏരിയ, ക്യാപിറ്റൽ ഇ ആണ് ലാർജർ പിസ്റ്റൻ്റെ ഏരിയ. അപ്പോൾ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് നോക്കാൻ അറിയാം. ഇവിടുത്തെ വോളിയം V1 ആണ് എടുക്കാം, ഈ ഭാഗത്തെ വോളിയം V2. രണ്ട് ഭാഗത്തുള്ള വോളിയം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടുത്തെ ഉള്ള ഫ്ലൂയിഡ് ഇങ്ങോട്ട് കംപ്രസ് ആവുന്ന സമയത്ത് അത്രയും ഫ്ലൂയിഡ് നമ്മൾ മുകളിലേക്ക് റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള വോളിയത്തിലും വ്യത്യാസം വരുന്നില്ല. ദാറ്റ് ഈസ് V1 ഈസ് ഈക്വൽ ടു V2 ആയിരിക്കും. വോളിയം എങ്ങനെ കണ്ടെത്താം? ഈ ഭാഗത്തുള്ള വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു സിലിണ്ടർ ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ A ഇൻറ്റു L1 ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ പിസ്റ്റൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. സോ ക്യാപിറ്റൽ എ ഇൻറ്റു ഇവിടെ ഉണ്ടായ റൈസ് എന്ന് പറയുന്നത് A ഇൻറ്റു L2. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഇവിടെ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ, അതായത് PA എന്നുള്ള വാല്യൂ, നമ്മൾ സ്മോൾ എഫ് കൊടുത്ത ഉണ്ടായ വാല്യൂ ആണ് PA. അപ്പോൾ P എക്സ്റ്റേണലിൻ്റെ വാല്യൂ, അതേപോലെ വർക്ക് ഡൺ, അതേപോലെ വോളിയം, ഇതൊക്കെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. ദാറ്റ് ഈസ് ദീസ് വാല്യൂസ് ആർ സെയിം. പക്ഷേ വ്യത്യാസം വരുന്നത് എന്താണ്? നമ്മൾ കൊടുത്തത് സ്മോൾ എഫ് എന്നുള്ള ഫോഴ്സാണ് സ്മോളർ പിസ്റ്റന് കൊടുത്തെങ്കിൽ നമുക്ക് കിട്ടിയ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ആണ്. ഇവിടെ ചേഞ്ച് വരുന്നു. ഹിയർ ദർ ഇസ് എ ചേഞ്ച് ഫോർ ഫോഴ്സ്, ബട്ട് ഫോർ അതർ ക്വാണ്ടിറ്റീസ് ലൈക്ക് എക്സ്റ്റേണൽ പ്രഷർ, അതേപോലെ വർക്ക്, വോളിയം, ദീസ് ക്വാണ്ടിറ്റീസ് ആർ നോട്ട് ചേഞ്ചിങ്, ദ റിമൈൻസ് ദ സെയിം. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നമുക്ക് ഒരു ബോഡി എടുക്കാം. ആ ബോഡി സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കി നമുക്ക് കിട്ടിയ വെയിറ്റ് W1 ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ ആയിരുന്നു. അതായത് ഈ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആയിരുന്നു. ഇതേ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഈ ബോഡീനെ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ബാലൻസ് കാണിച്ച റീഡിംഗ് എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ ആയിരുന്നു വിചാരിക്കുക. ദാറ്റ് ഈസ് W2 ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ 50 ന്യൂട്ടൺ എന്നുള്ള വെയിറ്റ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കാണ്. അതിനെതിരായിട്ട് ഈ ഫ്ലൂയിഡ്
ഒരു അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ 30 ന്യൂട്ടൺ കിട്ടാനുള്ള കാരണം ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഫ്ലൂയിഡ് മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് അപ്പ് ത്രസ്റ്റ് ഓർ ബോയന്റ് ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ ആണ്, വിച്ച് ഇസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ബോഡി ഇതിനകത്തേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളി ഫ്ലൂയിഡാണ്. പക്ഷേ ഈ ബോഡിക്ക് ഈ ഫ്ലൂയിഡിനകത്ത് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടതുകൊണ്ട് അത്രയും ഭാഗത്തെ ഫ്ലൂയിഡ് നേരെ പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഫ്ലൂയിഡ് നമ്മൾ വേറെ ഒരു സിലിണ്ടറിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഔട്ട്ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓർ ഡിസ്പ്ലേസ് ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 20 ന്യൂട്ടൺ. ദാറ്റ് വെയിറ്റ് ഈസ് 20 ന്യൂട്ടൺ. അതായത് ഇവിടെ ബോഡി ഇതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് നേരെ പുറത്തേക്ക് പോകുന്നു. ഇതിൻ്റെ പോകുന്ന ഫ്ലൂയിഡ് നമ്മളൊരു ബീക്കറിൽ കളക്ട് ചെയ്തതിന് ശേഷം ആ ബീക്കറിലെ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 20 ന്യൂട്ടൺ. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് എ ബോഡി, അതായത് ബോഡിക്കുണ്ടായ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് സബ്മർജ് പാർഷ്യലി ഓർ ഫുള്ളി, ഇനി മുഴുവനായിട്ട് താഴ്ത്തി കഴിഞ്ഞാലും പകുതിയായി താഴ്ത്തി കഴിഞ്ഞാൽ ആ താഴ്ത്തി അത്രയും ഭാഗത്ത് ഫ്ലൂയിഡാണ് പുറത്തേക്ക് വരുന്നത്. ദാറ്റ് ഈസ് ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് എ ബോഡി സബ്മർജ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. അതായത് നമ്മളൊരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡി അവിടെ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സഫേഴ്സ് എ വെയിറ്റ് ലോസ് ആൻഡ് ദാറ്റ് വെയിറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അതായത് ആ ഫ്ലൂയിഡ് ആ ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ എത്ര ഫ്ലൂയിഡാണ് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ബോഡിക്കുണ്ടായ വെയിറ്റ് ലോസിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് എ ബോഡി സബ്മർജ്ഡ് partially or fully in a fluid is equal to the weight of the fluid displaced. So that about the Archimedes principle. ഇനി നമുക്ക് ഈ മാസുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യാം. സ്വാഭാവികമായിട്ടും അതിൻ്റെ വെയിറ്റ് W is equal to mg ആയിരിക്കും. അതിൻ്റെ വോളിയം V ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള ഒരു ബോഡീനെ നമ്മൾ ഒരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ലിക്വിഡ് എന്തായാലും അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ വോളിയമാണ് V എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇതിൻ്റെ എമ്മിനെ വോളിയത്തിൻ്റെയും ഡെൻസിറ്റിയും ടേമിലാക്കാം. നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. സോ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കൊടുക്കാം മാസിന് പകരം V റോ ഇൻറ്റു G. ഇതാണ് വെയിറ്റ് ഓഫ് ദി ബോഡി. ഓക്കെ, ഇനി ഈ ബോഡീനെ നമ്മൾ ഇതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്ലൂയിഡ് എന്തായാലും പുറത്തേക്ക് വരുന്നു. അതായത് ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെയിറ്റ് നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതായത് ഇത് വോളിയമാണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാസ് കിട്ടും, മാസ് ഇൻറ്റു G ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ V ഇൻറ്റു വെയിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് V ദെൻ സിഗ്മ. വാട്ട് ഈസ് സിഗ്മ? സിഗ്മ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. Rho it was the density of the solid and sigma is the density of, അതായത് നമ്മൾ ഏത് ലിക്വിഡിലാണ് അതിനെ താഴ്ത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഇൻറ്റു സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് കിട്ടി ഇൻറ്റു G. സോ ദാറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ എന്തായിരിക്കും വെയിറ്റ് ലോസ്? അതായത് പുതിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോഡീനെ ഇതിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പുതിയ വെയിറ്റ് എന്ന് പറയുന്നത് W ഡാഷ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഒറിജിനൽ വെയിറ്റ് എന്ന് പറയുന്നത് V റോ G എന്നുള്ളതായിരുന്നു. ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെയിറ്റ് അതിൽ നിന്ന് കുറയ്ക്കണം. ദാറ്റ് ഈസ് V സിഗ്മ G. ഇവിടെ നമുക്കറിയാം വിയും ജിയും കോമൺ ആണ്. സോ W ഡാഷ് ഈസ് ഈക്വൽ ടു VG ഇൻറ്റു റോ മൈനസ് സിഗ്മ. അതായത് ന്യൂ വെയിറ്റ് ഓഫ് ദ ബോഡി വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ ലിക്വിഡ് W ഡാഷ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു G ഇൻറ്റു റോ മൈനസ് സിഗ്മ. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന തരത്തിലുള്ള ഫോർമുല നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്, G ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ആൻഡ് സിഗ്മ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഇനി നമുക്ക് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം: വാട്ട് ഈസ് ദി പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലേക്ക്. ഒരു ലൈക്കാണ്, ആ ലേക്കിൽ നിന്ന് 10 മീറ്റർ താഴെയുള്ള ഒരു സ്വിമ്മർ അനുഭവപ്പെടുന്ന പ്രഷറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് A എന്നുള്ള പോയിന്റിലാണ് സ്വിമ്മർ ഇരിക്കുന്നത്. ആ A എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് കണ്ടെത്തേണ്ടത്. ഡെപ്ത് എന്നുള്ളത് 10 മീറ്റർ തന്നിരിക്കുന്നു. നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട് പ്രഷർ
അറ്റ് ദ പോയിന്റ് എ, പി എ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. നമ്മൾ മുന്നേ മനസ്സിലാക്കേണ്ടത്. സോ പി എ ഇസ് ഈക്വൽ ടു പി എട്ട് എം പ്ലസ് എച്ച് റോ ജി. സിമ്പിളായ ഇക്വേഷനാണ്. പി അറ്റ്മോസ്ഫിയറിക്കിൻ്റെ വാല്യൂ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് 1.013 ഇൻറ്റു 10⁵ പ്ലസ് എച്ചിൻ്റെ വാല്യൂ 10 ആണ്. റോ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. അപ്പോൾ ലൈക്കിലെ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെൻസിറ്റി 10⁻³ എന്ന് എടുക്കാം ഇൻറ്റു 10. അപ്പോൾ നമുക്ക് കിട്ടും 1.013 ഇൻറ്റു 10⁵ പ്ലസ് 10⁵. 10⁵ കോമൺ ആക്കി എടുത്തു. സോ 1.013 പ്ലസ് 1 ഇൻറ്റു 10⁵. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2.013 ഇൻറ്റു 10⁵ പാസ്കൽ. സോ ദാറ്റ് ഈസ് ദ total pressure at the point A which is acting on the swimmer. Okay. അടുത്തൊരു പ്രോബ്ലം. The density of the atmosphere at sea level is 1.29 kilogram per meter cube. Assuming that it does not change with the altitude, then how high would the atmosphere extend? നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞത് there is an assumption that the density is not varying. Density is taken as 1.29 into the density is taken as 1.29 kilogram per meter cube throughout the atmosphere. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ എത്ര എക്സ്റ്റെൻഡ് വരെ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അതായത് എത്ര ഹൈറ്റിലാണ് അറ്റ്മോസ്ഫിയർ സ്പ്രെഡ് ആയി കിടക്കുന്നതാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഗേജ് പ്രഷറിൻ്റെ വാല്യൂ പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. നമുക്ക് കണ്ടെത്തേണ്ട എച്ച് ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1.013 ഇൻറ്റു 10⁵ ഇസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ നമുക്കറിയില്ല. എച്ച് ഇൻറ്റു റോ തന്നിട്ടുണ്ട് 1.29 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8. നമുക്ക് ചെയ്ത ആൻസർ കിട്ടും 7,989 മീറ്റർ. നിയർലി നമുക്കതിന് 8,000 മീറ്റർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് നിയർലി 8 കിലോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അതായത് നിയർലി 8 കിലോമീറ്റർ വരെ അറ്റ്മോസ്ഫിയർ അതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാറ്റ് ഈസ് ദ ഹൈറ്റ് വുഡ് ദ അറ്റ്മോസ്ഫിയർ വുഡ് എക്സ്റ്റെൻഡ് ഈസ് അപ് ടു നിയർലി 8 കിലോമീറ്റർ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അറ്റ് എ ഡെപ്ത് ഓഫ് 1000 മീറ്റർ ഇൻ എൻ ഓഷൻ, വാട്ട് ഈസ് അബ്സല്യൂട്ട് പ്രഷർ, വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ, ആൻഡ് ഫൈൻഡ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി വിൻഡോ ഓഫ് ഏരിയ 20 cm in 20 cm of a submarine at this depth. The interior of which is maintained at sea level atmospheric pressure. The density of sea water is given as 1.03 into 10⁻³ kilogram per meter cube. അതായത് ഓഷൻ്റെ താഴെയായിട്ട് 1000 മീറ്ററിൻ്റെ ഭാഗത്തായിട്ട് എന്താണ് ഒരു സബ്മറൈൻ ഉണ്ട്. ആ സബ്മറൈൻ്റെ വിൻഡോയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്കതിൻ്റെ എന്താണ് തന്നിരിക്കുന്നത്. അതായത് ഒരു സബ്മറൈൻ 1000 മീറ്റർ ഡെപ്തിലായിട്ട് കിടക്കുന്നു. ആ സബ്മറൈൻ്റെ വിൻഡോയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടെത്തണം. അതേപോലെ ആ പോയിന്റിൽ അബ്സല്യൂട്ട് പ്രഷർ കണ്ടെത്തണം. അതുകൂടാതെ അവിടുത്തെ ഗേജ് പ്രഷർ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഫോർമുല കൃത്യമായിട്ട് അറിയാം. ആദ്യമായി കണ്ടെത്തേണ്ടത് അബ്സല്യൂട്ട് പ്രഷറാണ്. അബ്സല്യൂട്ട് പ്രഷറിൻ്റെ വാല്യൂ നമുക്കറിയാം. അബ്സല്യൂട്ട് പ്രഷർ അറ്റ് ദ പോയിന്റ് എ, പി എ ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫറിക് പ്ലസ് എച്ച് റോ ജി. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ 1.013 ഇൻറ്റു 10⁵ പ്ലസ് എച്ചിൻ്റെ വാല്യൂ തന്നിട്ട് 1000 മീറ്റർ. സോ 1000 ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ആണ്. സീ വാട്ടറിൻ്റെ ഡെൻസിറ്റി പ്യുവർ വാട്ടറിനേക്കാൾ കുറച്ച് കൂടുതലാണ്. 1.03 ഇൻറ്റു 10⁻³ ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10⁻³ ഇൻറ്റു 10. ഓക്കെ, 10⁻³ ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ നിയർലി 10 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ 1.013 ഇൻറ്റു 10⁵ പ്ലസ് ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് 1.03 ഇൻറ്റു 10⁻³ നമ്മൾ എന്ത് ചെയ്തു 10⁻² എന്നുള്ള ഒരു പവറാക്കി എഴുതി. 1.03 ഇൻറ്റു 10⁻². ബാക്കി അവിടെ 10 ഉണ്ട്. ആ 10ഉം ഇവിടുത്തെ ഒരു 10ഉം ഇവിടെ 1000 ചേർത്ത് നമുക്ക് 10⁻5 എന്ന് ചേർത്ത് എഴുതാം. അപ്പോൾ 10⁻5 ഒരു ഫാക്ടർ വന്നു. പിന്നെ 1.03 ഇൻറ്റു 10⁻². അപ്പോൾ നമുക്കതിനെ 1.013 ഇൻറ്റു 10⁻5 പ്ലസ് 1.03 ഇൻറ്റു 10² നമുക്ക് 103 103 ഇൻറ്റു 10⁻5 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. പവേഴ്സ് ഈക്വൽ ആണ്. അപ്പോൾ 104.013 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് പ്രഷർ ആക്ടിങ് അറ്റ് ദി പോയിന്റ് എ. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷറിൻ്റെ വാല്യൂ നമുക്കറിയാം എച്ച് റോ ജി. പി ജി ഈക്വൽ ടു എച്ച് റോ ജി. അപ്പോൾ എച്ച് റോ ജി എന്നുള്ള ടേം ഇതാണ് എച്ച് റോ ജി. ആ വാല്യൂ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 103 ഇൻറ്റു 10⁻5. അപ്പോൾ നേരിട്ട് എഴുതിയാൽ മതി. പി ജി ഈക്വൽ ടു 103 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മൂന്നാമത് കണ്ടെത്തേണ്ടത് ഫൈൻഡ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി വിൻഡോ. ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. സബ്മറൈൻ്റെ അകത്തായിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് മെയിൻറ്റെയിൻ അറ്റ് ദ
സി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് സബ്മറൈൻ്റെ പുറത്ത് ഉള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ അബ്സൊല്യൂട്ട് പ്രഷർ ആയിരിക്കും, കാരണം അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, അതുകൂടാതെ ഗേജ് പ്രഷർ ഉണ്ട്. പക്ഷേ സബ്മറൈൻ്റെ അകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് സീ ലെവൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്ന് പറഞ്ഞാൽ സബ്മറൈൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്മറൈൻ്റെ പുറത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അപ്പോൾ നെറ്റ് പ്രഷർ ഓൺ ദി വിൻഡോ ഓർ നെറ്റ് പ്രഷർ ഓൺ ദി സബ്മറൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഗേജ് പ്രഷർ മാത്രമായിരിക്കില്ലേ? കാരണം ഉള്ളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുകൂടാതെ ഗേജ് പ്രഷറും ഉണ്ട്. അപ്പോൾ നെറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി ഗേജ് പ്രഷർ. സോ പി ഗേജ് ഈസ് ഈക്വൽ ടു F/A. നമുക്ക് കണ്ടെത്തേണ്ടത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി വിൻഡോ ആണ്. ആ വിൻഡോയുടെ ഏരിയ തന്നിട്ടുണ്ട് 20 cm × 20 cm ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ 0.2 × 0.2 SI യൂണിറ്റിലേക്ക് ആകുമ്പോൾ സോ 0.04 m². സോ PG ഈസ് ഈക്വൽ ടു F/A. സോ F ഈസ് ഈക്വൽ ടു PG × A. PG എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. 103 × 10⁵ ഇൻറ്റു 0.04 ആണ് ഏരിയ. സോ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 4.12 × 10⁵ ന്യൂട്ടൺ. ഇതായിരിക്കും ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി നമ്മൾ സബ്മറൈൻ്റെ പകരം ഒരു പ്ലെയിൻ പ്ലേറ്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് ഗേജ് പ്രഷർ ആയിരിക്കില്ല. യു ഹവ് ടു ടേക്ക് ദ ടോട്ടൽ പ്രഷർ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ നമ്മൾ എടുക്കേണ്ടി വരും. ഒരു പ്ലേറ്റ് ആണ് ഈ പോയിന്റിൽ ഇരിക്കുന്നതെങ്കിൽ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. 2 syringes ഓഫ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ. 2 സിറിഞ്ചുകളാണ്. നീഡിൽ ഒഴിവാക്കേണ്ടത് വിത്തൗട്ട് നീഡിൽസ് ഫിൽഡ് വിത്ത് വാട്ടർ ആർ കണക്റ്റഡ് വിത്ത് എ ടൈറ്റ്ലി ഫിറ്റഡ് റബ്ബർ ടു ഫിൽഡ് വിത്ത് വാട്ടർ. അതായത് 2 സിറിഞ്ചുകൾ, ഒരു ചെറിയ സിറിഞ്ചും വലിയ സിറിഞ്ചും നീഡിൽ ഒഴിവാക്കിയതിന് ശേഷം അത് തമ്മിൽ ഒരു റബ്ബർ ട്യൂബായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വാട്ടറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ചോദ്യം? ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. സ്മോളർ പിസ്റ്റൻ്റെയും ലാർജ് പിസ്റ്റൻ്റെ ഡയമീറ്റർ 1 cm 3 cm ആണ് റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ ദി ലാർജ് പിസ്റ്റൺ വെൻ എ ഫോഴ്സ് ഓഫ് 10 Newton ഈസ് അപ്ലൈഡ് ടു എ സ്മോളർ പിസ്റ്റൺ. നമ്മൾ ഈ പിസ്റ്റൻ്റെ മുകളിലായിട്ട് 10 Newton ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ലാർജ് പിസ്റ്റന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ F ആണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ, ദ സ്മോളർ പിസ്റ്റൺ ഈസ് പുഷ്ഡ് ത്രൂ 6 cm. ഇത് 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടായിട്ട് ഒരു 6 cm താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗ മച്ച് വുഡ് ദ ലാർജർ പിസ്റ്റൺ മൂവ്? അങ്ങനെയാണെങ്കിൽ ലാർജർ പിസ്റ്റൺ എത്ര മുകളിലേക്ക് പൊങ്ങുമെന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടെത്തേണ്ടത്. രണ്ടിൻ്റെയും ഫോർമുല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സ്മോൾ ഫോഴ്സ് തന്നിട്ടുണ്ട് 10 Newton ആണ്. ഏരിയ സ്മോൾ പിസ്റ്റൻ്റെ നമുക്ക് πr1² എന്ന് എഴുതാം. ദാറ്റ് ഈസ് π ഇൻറ്റു ഡയമീറ്റർ ടേമിൽ എഴുതാം. നമുക്ക് ഡയമീറ്റർ തന്നതുകൊണ്ട് R1 എന്നതിന് പകരം നമുക്ക് D1/2 എന്ന് എഴുതാം. അപ്പോൾ R1² ആകുമ്പോൾ D1²/4. അതുപോലെ ഏരിയ ഓഫ് ലാർജ് പിസ്റ്റൺ എന്ന് പറയുന്നത് πr2² ദാറ്റ് ഈസ് π ഇൻറ്റു D2²/4 എന്ന് എഴുതാം. ഇനി നമുക്കറിയാവുന്ന ഫോർമുല, വർക്കിംഗ് ഫോർമുല എന്ന് പറയുന്നത് ലാർജ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു സ്മോൾ f ഇൻറ്റു A/A. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിളാണ്. സ്മോൾ f ഇൻറ്റു A/A. സ്മോൾ f ഇൻറ്റു എക്ക് പകരം πD2²/4 കൊടുത്തു. സ്മോൾ എക്ക് പകരം πD1²/4 കൊടുത്തു. π/4 രണ്ട് സൈഡ് ക്യാൻസൽ ചെയ്തു. സോ F ഇൻറ്റു D2²/D1²നെ D2/D1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. D2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ട് ഡയമീറ്റർ ഓഫ് ദി ലാർജ് പിസ്റ്റൺ 3 cm. D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി സ്മോൾ പിസ്റ്റൺ 1 cm. സോ 10 ഇൻറ്റു 3/1 ദി ഹോൾ സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് 10 ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ as 19 Newton. So 19 Newton is the force acting on the large piston if a force of 10 Newton is applied on the small piston. ഇതാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, if the small piston is pushed through a 6 cm, 6 cm അത് താഴത്ത് വരുന്ന സമയത്ത് എത്ര ലാർജർ പിസ്റ്റൺ മുകളിലേക്ക് വരും? നമ്മൾ മനസ്സിലാക്കിയ ഇക്വേഷനാണ് ബൈ ദി ലോ കൺസർവേഷൻ ഓഫ് എനർജി വർക്ക് ഡൺ W1 is same on both small piston and large piston. So W1 is equal to W2. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സ്മോൾ എഫ് ആണ്. സ്മോൾ എഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് L1 എന്ന് വിചാരിക്കുക. സോ എഫ് ഇൻറ്റു L1 ഈസ് ഈക്വൽ ടു അവിടെ ക്യാപിറ്റൽ എഫ് ഇൻറ്റു അത് ഉയർന്ന ഡിസ്റ്റൻസ് പറഞ്ഞ് L2 എന്ന് വിചാരിക്കുക. സോ നമ്മൾ കണ്ടെത്തേണ്ട L2 ആണ്. സോ L2 ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു L1 ബൈ ക്യാപിറ്റൽ എഫ്. ദാറ്റ് ഈസ് എഫിൻ്റെ വാല്യൂ സ്മോൾ എഫിൻ്റെ വാല്യൂ 10 ഇൻറ്റു L1 തന്നിട്ട് 6 cm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എഫിൻ്റെ വാല്യൂ 90 നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ യു ഗെറ്റ് 6/9, അതായത് 2/3, ദാറ്റ് ഈസ് 0.66 cm. ദാറ്റ് ഈസ് ദ ഹൈറ്റ് ത്രൂ വിച്ച് എ ലാർജർ പിസ്റ്റൺ ഈസ് മൂവ്ഡ് അപ്വേർഡ്സ്. അതായത് 6 cm സ്മോളർ പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോൾ ഈ ലാർജ് പിസ്റ്റൺ എത്ര മാത്രമേ മുകളിലേക്ക് പോകുള്ളൂ? 0.66 cm മാത്രമേ മുകളിലേക്ക് പോകുള്ളൂ. കാരണം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വലുതാണ്, പക്ഷെ അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവായിരിക്കും. ഇവിടുത്തെ
ഫോഴ്സ് ചെറുതാണ്, അതേസമയം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ. രണ്ട് കേസിലും വർക്ക് ഡൺ സെയിം ആണെന്നുള്ളതുകൊണ്ട് W1 = W2. സോ F × സ്മോൾ f × L1 = ക്യാപിറ്റൽ F × L2. അതാണ് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ. അടുത്ത ഒരു പ്രോബ്ലം കൂടി പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട് നോക്കാം. പിന്നെ കാർ ലിഫ്റ്റ് അക്കംപ്ലിഷ്. അടുത്ത ഒരു പ്രോബ്ലം കൂടി ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് നോക്കാം. പിന്നെ കാർ ലിഫ്റ്റ് compressed air exerts a force F1 on a smaller piston having radius 5 cm. ഒരു സ്മോളർ പിസ്റ്റൺ ആണ്, അതിൻ്റെ റേഡിയസ് 5 cm. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ക്യാപിറ്റൽ F1 തന്നിട്ടുണ്ട്. ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി സെക്കൻഡ് പിസ്റ്റൺ. അത് നേരെ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെക്കൻഡ് പിസ്റ്റണിലേക്കാണ്. അതിൻ്റെ റേഡിയസ് 15 cm ആണ്. ഇഫ് ദി മാസ് ഓഫ് ദ കാർ ടു ബി ലിഫ്റ്റഡ് ഈസ് 1350 kg. നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട കാറിൻ്റെ മാസ് എന്നത് 1350 kg ആണെങ്കിൽ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ദ ഫോഴ്സ് F1. നമ്മൾ ഈ സ്മോളർ പിസ്റ്റണിൽ കൊടുത്ത ഫോഴ്സ് കണ്ടെത്തണം. ആൻഡ് ആൾസോ വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്. അങ്ങനെ ഈ ഫോഴ്സ് F1 കൊടുക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രഷർ എത്ര എക്സേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഈ ഡയഗ്രം എങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ F1 എന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു F2 എന്നുള്ള ഫോഴ്സ് കിട്ടുന്നു. ഈ F2 എന്നുള്ള ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അത് തന്നിരിക്കുന്ന അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, കാറിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ F2 കണ്ടുപിടിക്കാൻ കഴിയും. അതായത് mg ആണ് F2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. R1ൻ്റെ വാല്യൂ 5 cm ആണ്, R2ൻ്റെ വാല്യൂ 15 cm ആണ്. M എന്നുള്ള ഈ മാസുള്ള കാറിനെയാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മാസ് 1350 kg ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് × 9.8 ചെയ്താൽ നമുക്ക് mg അല്ലെങ്കിൽ F2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി കണ്ടെത്തേണ്ടത് F1ൻ്റെ വാല്യൂ ആണ്. നമുക്കറിയാം സ്മോൾ F ആണ് കണ്ടെത്തേണ്ടത്. F1 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മോളർ പിസ്റ്റൺമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, സ്മോൾ F ആണ് കണ്ടെത്തേണ്ടത്. അതുപോലെ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറും കണ്ടെത്തണം. P = F/A കണ്ടെത്തണം. അപ്പോൾ നമുക്ക് സ്മോൾ F = ക്യാപിറ്റൽ F × സ്മോൾ a/A. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ Fൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് F2 ആണ്. ഇവിടുത്തെ F2 ആണ് ലാർജർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ 1350 × 9.8 സ്മോൾ എ എന്ന് പറയുന്നത് സ്മോളർ പിസ്റ്റൻ്റെ ഏരിയ, ദാറ്റ് ഈസ് π × 5 × 10⁻² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാർജ് പിസ്റ്റൻ്റെ ഏരിയ, ദാറ്റ് ഈസ് π × 15 × 10⁻². പൈ ക്യാൻസൽ ചെയ്തു, പവേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1350 × 9.8 then 5ന്റെ സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 15ന്റെ സ്ക്വയർ 225 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 1470 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് F1. അതായത് ഈ സ്മോളർ പിസ്റ്റണിൽ ആക്ട് ചെയ്ത ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 1470 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് വാട്ട് ഈസ് ദ പ്രഷർ റിക്വയർഡ് ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്. എത്ര പ്രഷർ വേണം ഇത് ഇങ്ങനെ ഈ ഒരു ഫോഴ്സ് ഇവിടെ എക്സേർട്ട് ചെയ്യാൻ എത്ര പ്രഷർ വേണം. നമുക്കറിയാം P = F/A ആണ്. അതായത് ഇവിടുത്തെ സ്മോൾ F എന്ന് പറയുന്നത് ക്യാപിറ്റൽ F ആണ്. അതായത് P = F/A. Fൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയപ്പോൾ സ്മോളർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 1470 ഡിവൈഡഡ് ബൈ ആ സ്മോളർ പിസ്റ്റൻ്റെ ഏരിയ എന്ന് പറയുന്നത് π × 5 × 10⁻². നമുക്ക് ചെയ്ത ആൻസർ കിട്ടും 1.87 × 10⁵ Nm/m². ഇത് നിയർലി അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഡബിൾ ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ പറഞ്ഞാൽ 1.013 × 10⁵ ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറെക്കുറെ 1.87, ഇത് പറഞ്ഞാൽ 1.9. നിയർലി ഇറ്റ് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്ത് ഓപ്പൺ ട്യൂബ് മാനോമീറ്ററും ദെൻ ഹൈഡ്രോളിക് മെഷീനുമായി ബന്ധപ്പെട്ട ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പാസ്കൽസ് ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അത് നമ്മൾ മനസ്സിലാക്കി, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർമുല കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രഷറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോയുമായി ബന്ധപ്പെട്ടും ബെർണോളിസ് തിയറം, ടോറിസെല്ലീസ് ലോ തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോ ക്ലാസ്സും ഈ ക്ലാസ്സും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് കാണുക. കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.